നല്ല ശീലങ്ങളൊക്കെ അങ്ങോട്ട് തുടങ്ങി വെക്കും. പക്ഷെ പകുതിക്ക് വെച്ച് എന്തോ സ്റ്റക്കായി പോകും കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ ഓർത്ത് തലേ ദിവസം തന്നെ നമ്മുടെ ചിയാ സീഡ്സ് വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് രാവിലെ എഴുന്നേറ്റപടി അങ്ങോട്ട് കുടിക്കണത്. അപ്പോൾ രാവിലെ പുട്ടും കടലയും ആക്കാമെന്ന് കരുതി കേട്ടത്. കടലയൊക്കെ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകി വാരി സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാൻ വേഗം തന്നെ കടയിൽ പോയിട്ട് ഒരു കവർ പാലും മേടിച്ചുകൊണ്ട് തന്നെ വരവാണ് കേട്ടോ. കണ്ടത് ചായയില്ലാത്ത കളി നമുക്കില്ലല്ലോ. അങ്ങനെ പുട്ടൊക്കെ പുഴുങ്ങി മാറ്റുന്ന നേരം കൊണ്ട് തന്നെ അപ്പുറത്ത് അടുപ്പിൽ ഞാൻ കടലക്കറിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ കടലക്കറിയാണ്. ഇന്ന് ഞാൻ കടലക്കറിക്കകത്തോട്ട് തേങ്ങയും അരച്ച് ചേർത്തില്ല, കടലയൊന്നും അരച്ച് ചേർത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കടൽ പോലത്തെ ഒരു കടലക്കറിയാണ്. അങ്ങനെ പുട്ടും കടലക്കറി ആയപ്പോഴത്തേക്കും വേഗം തന്നെ എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തു. ഒപ്പം തന്നെ ഞാനും ഇരുന്ന് കഴിച്ചു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇനി കഴിക്കലൊന്നും നടക്കൂല. ഈ പിള്ളേർ സ്കൂളിൽ പോണ സമയത്തില്ലേ ഞാൻ കാലത്തെ തന്നെ ചായ കുടിക്കാറില്ല കേട്ടോ. അതായത് ഒന്നും കഴിക്കാറില്ല. എല്ലാ പണിയും കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ടേ കുടിക്കാറുള്ളൂ. ഇപ്പോൾ പിള്ളേർ വീട്ടിലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ കൂടെ ഇരുന്ന് അങ്ങോട്ട് കഴിക്കുവേ. 2-3 ദിവസം മുന്നേ നമ്മൾ കാരച്ചമീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെടുത്ത് വെള്ളത്തിലിട്ട് കേട്ടോ ഇറുക്കിലി കുത്തി വറക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷെ നടന്നില്ല കേട്ടോ. തലേ ദിവസത്തെ ചോറുണ്ടായിരുന്നു. അത് വേഗം തന്നെ ചെറിയ കലത്തിൽ തിളപ്പിച്ചൂറ്റി. പിന്നെ ഇപ്പോഴത്തേക്കുള്ള ചോറും കൂടെ ഞാൻ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ദേ അപ്പം മീൻ കൊണ്ടുവന്ന് ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അപ്പം വിളിച്ച് പറഞ്ഞു കേട്ടോ ഞാൻ കറിയും കൊണ്ട് വരുന്നുണ്ട്. അതിന് മുന്നേ തന്നെ ഞാൻ ചെമ്മീനെടുത്ത് വെള്ളത്തിലിട്ടെങ്ങനെയാണ്. പിന്നെ ഞാൻ ആ പ്ലാൻ അങ്ങ് മാറ്റി. പിന്നെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് തേങ്ങ കൊത്തിട്ട് ഒലത്തി. പിന്നെ തക്കാളിയും ചെമ്മീനും കൂടെ ചാറും വെച്ച് ബാക്കിയുള്ള മീനെടുത്ത് ഫ്രിഡ്ജിലും വെച്ച്. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഉച്ചയൂടും കഴിഞ്ഞതേ ഒന്ന് പുറത്തോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഡ്രസ്സിൻ്റെ ലിങ്കൊക്കെ ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്തേക്കാം. അധികം വിലയൊന്നുമില്ല, 300 രൂപ ഉള്ളു കേട്ടോ. അപ്പോൾ അത്ര ഉള്ള ടാറ്റാ.